NTA-NET എക്സാമിനേഷൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പരീക്ഷ കൃത്യമായിട്ട് എന്നാണ് നടക്കുക, എക്സാമിനേഷൻ സിറ്റി എന്നാണ് അറിയാൻ സാധിക്കുക, അഡ്മിറ്റ് കാർഡ് നമുക്ക് എന്നാണ് ലഭിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2-3 ദിവസങ്ങളായിട്ട് വീഡിയോ വന്നിട്ടില്ല. ഒത്തിരി പേര് മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും മാറ്റങ്ങൾ ഇനി സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെ മാറി വരുന്ന ഓരോരോ കാര്യങ്ങൾ ഒരു പരീക്ഷാ ഏജൻസി ചെയ്യുമ്പോൾ അത് പഠനത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് പഠനം എങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമ്മൾ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലും ജനറൽ പേപ്പറിലും ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള വിവരങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. പല പരീക്ഷകളുടെ ഇടയിലൂടെയാണ് നമ്മുടെ പരീക്ഷ ഡേറ്റ് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് നമുക്കായിട്ടുള്ള ഡേറ്റാണ്. ആ ഒരു സമയത്ത് NTA-യുടെ എക്സാമിനേഷൻ ഒന്നും തന്നെ ഇല്ല. വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ആ ഡേറ്റ് വന്നിരിക്കുന്നത്. തുടക്കം മുതലേ തന്നെ നമ്മൾ ഈ ഒരു ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്താണ്. ആഗസ്റ്റ് മാസമാണ് പ്രതീക്ഷിച്ചത്, അതൊരു മാസം കൂടെ നീണ്ടു എന്നുള്ളത് ആണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഗുണം എന്ന് തന്നെ പറയാം. പരീക്ഷയുടെ ഒരു അനിശ്ചിതത്വം വല്ലാതെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് പഠനം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നത്. ഈ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണം അല്ലെങ്കിൽ ദോഷം രണ്ടും പറയാം. അതെന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണ നടക്കുമെന്നുള്ളതാണ്. ഒരു തവണ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മളതിനെ അടുത്ത പരീക്ഷയിലേക്ക് മാറ്റുന്ന ഒരു പതിവ് സ്ഥിരമായിട്ട് ഭൂരിഭാഗം സ്റ്റുഡൻസിലും കണ്ടുവരുന്നുണ്ട്. എന്നാൽ കുറച്ച് പേർക്ക് ഇത്തവണ നേടിയേ മതിയായുള്ളൂ, അതുപോലെ തന്നെ JRF ലഭിക്കണം, അത്തരത്തിൽ ലക്ഷ്യം വെച്ച് പോകുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷയുടെ ഡേറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും അവരുടെ പഠനത്തെ സാരമായിട്ട് ബാധിക്കാറില്ല. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അതായത് നമ്മൾ ഇത്തവണ തന്നെ ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആ ഒരു രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യണം. നമ്മളൊരു പരീക്ഷ എഴുതി ഇത്തരത്തിലൊരു ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയെടുക്കുന്നത് നമുക്കൊരു ജോലി, PhD ചെയ്യണം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഗ്നോയുടെ ഡിസ്റ്റൻസ് PhD, അതുപോലെ പാർട്ട് ടൈം PhD, റെഗുലർ PhD, JRF ഇല്ലാതെ തന്നെ PhD ചെയ്യാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. മറ്റ് പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് PhD ചെയ്യാനുള്ള അവസരങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. PhD ചെയ്യാൻ അമിതമായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് PhD ചെയ്യാൻ കഴിയാതെ വരുന്നവർ, ഒന്നുകിൽ അവർക്ക് നെറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് ലഭിച്ചിട്ടുണ്ടാവില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടതില്ല. അപ്പോൾ നമുക്ക് PhD തുടരാം. മറ്റ് പല ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടും നമുക്ക് ചെയ്യാം. ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പാർട്ട് ടൈം PhD ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ MHRDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് UGC അത് നോട്ടീസായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ നോട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അത്തരത്തിൽ മികച്ചൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുക, ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്നവരും റിസർച്ച് മേഖലയിലേക്ക് ഇറങ്ങുന്നവർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗുണകരമാണ്. കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നമുക്ക് ജോലി ലഭിക്കുന്നതിന് മിനിമം ക്വാളിഫിക്കേഷൻ UGC-NET തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമുക്ക് അതിനപ്പുറത്തേക്ക് നമ്മുടെ ഗ്രേഡ് ലെവൽ മാറി സ്ഥാനക്കയറ്റം നമുക്ക് ലഭിക്കണമെങ്കിൽ PhD നിർബന്ധമാക്കി നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ തുടർ പഠനത്തിലേക്കും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ ഉള്ള വലിയൊരു നേട്ടം തന്നെയാണ് നമുക്ക് UGC-NET എന്ന് പറയുന്നത്. ഇനി അതല്ല ഒരു ടീച്ചിങ് പ്രൊഫഷൻ, ഒരു കോളേജിലേക്കൊക്കെ അധ്യാപകരായിട്ട് കയറുക എന്നുള്ളത് ലക്ഷ്യം, PSC എക്സാമിനേഷൻ എഴുതണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ അതിനും നമ്മൾ നെറ്റ് നേടിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾ സെറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇത് നേടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അതിൽ നമുക്ക് നമ്മുടേതായ എയിം ഉണ്ടാവും, ലക്ഷ്യം ഉണ്ടാവും. നമുക്ക് ടീച്ചറാവണം, അല്ലെങ്കിൽ നെറ്റ് നേടിയെടുത്ത് PhD ചെയ്യണം, ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് പഠനം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഫോം ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്ത്, ഒരു ടൈം ക്രിയേറ്റ് ചെയ്ത്, ഒരു എയിം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠനം തുടരുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾക്ക് ഇപ്രാവശ്യം തന്നെ നെറ്റ് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നെറ്റ് ലഭിച്ചവർക്ക് JRF-നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. ഈ പരീക്ഷയുടെ ഡേറ്റ് വന്നപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഈ ഒരു കൺസേൺ ഉണ്ട്, നമുക്ക് പഠനം കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഈ പരീക്ഷയുടെ ഈ ഒരു
കൃത്യമായ ഡേറ്റ് ലഭിക്കുന്നില്ല, എന്താവും എന്നറിയുന്നില്ല. ആ സമയത്താണ് കേരളത്തിൽ മഴ വന്ന് വലിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. അതിനിടയിൽ CUT എക്സാമിനേഷൻ വന്നു. ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇനി നമുക്കൊരു 40 ദിവസത്തോളം സമയം ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുകയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക എന്നുള്ളത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ 2 ദോഷങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്. ഒന്ന്, നമുക്കത് പഠിച്ചു തീർക്കാൻ സാധിക്കില്ല. രണ്ടാമത്തേത്, നമുക്ക് ഇനിയും കൂടുതൽ പഠിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു കൺസേൺ നമ്മുടെ ഉള്ളിലുണ്ടാവും. മെൻ്റലി അത് നമ്മളെ ശല്യം ചെയ്യും. അപ്പോൾ അത്തരത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനിരിക്കുക. ഇനി അതല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, വളരെ ചെറിയ ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് ബാലൻസ് ആയിട്ടുള്ളതെങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്യാം. ഒത്തിരി പേര് ക്രാഷ് കോഴ്സിനൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനറൽ പേപ്പറിനെ മാത്രമാണ് ക്രാഷ് കോഴ്സായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് മെയിൻ സബ്ജക്റ്റുകളൊക്കെ തന്നെ അടുത്ത എക്സാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതായത് ഡിസംബറിൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു മാസത്തേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനറൽ പേപ്പറിൻ്റെ ക്രാഷ് കോഴ്സാണ്. അതിൽ നിങ്ങൾക്ക് സഹായകരമാകുന്ന എല്ലാ രീതിയിലുള്ള ഒരു പാക്കേജായിട്ട്, ഒരു ക്രാഷ് പാക്കേജായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിക്കാം, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒത്തിരി പേര് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഡേറ്റ് ഫിക്സ് അല്ലേ, കറക്റ്റ് അല്ലേ. പിന്നെ ഈ വിവരങ്ങൾ അറിയാത്തവരുണ്ട്, അങ്ങനെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതായത് ഡേറ്റ് ഇന്നാണ് വരുന്നത്, എനിക്കൊന്നും വന്നില്ല എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അവരൊക്കെ കൃത്യമായിട്ടൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനാബിൾ ചെയ്തിടുക. നമ്മളൊരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളിത് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചാനലിലൂടെ അറിയാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമുക്ക് ആ ഡിഫിക്കൽട്ടി ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യം അടുത്ത വർഷവും പഠിക്കണം. അപ്പോൾ മാക്സിമം ഇത്തവണ തന്നെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യം ഇവിടെ എടുത്തു പറയാൻ കാരണം, ഈ വർഷത്തെ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവരെല്ലാം തന്നെ ആവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, അതിന് മുടക്കം വരുത്താതിരിക്കുക. നമ്മൾ അടുത്തതിലേക്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇത്തവണ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ മിസ്സായി പോയാൽ നമുക്ക് അടുത്ത തവണ എഴുതാം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടി, ഇത്തവണത്തതിന് വേണ്ടി തന്നെ കൂടുതൽ പ്രയത്നിക്കുക. കോഴ്സായാലും നിങ്ങളുടെ സംശയങ്ങളായാലും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മാക്സിമം എല്ലാ കാര്യങ്ങൾക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. കൂടുതൽ മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ്. ആർക്കെങ്കിലും റിപ്ലൈ വന്നിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം കൂടി മെസ്സേജ് അയക്കുക. അതുപോലെ നമ്പർ സേവ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.